നമസ്കാരം. 2 ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടു. ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ആണ് കാണാനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരും പറയുന്നില്ല, ആ വീഡിയോ ഞാനിവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നില്ല. കാരണം അതിനു പോലും ക്വാളിറ്റി ഇല്ലാത്ത ഭാഷകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നലെ കണ്ടു അദ്ദേഹം മാപ്പ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ നമ്മളുടെ വീട്ടിൽ നിന്നും പഠിച്ചു വന്നിട്ടുള്ളതാണ്, അല്ലേ? നമ്മളുടെ ആദ്യ വിദ്യാലയത്തിൽ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വന്നിട്ടുള്ളതാണ്. ഈ ആൾ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും വളരെ മോശമായിട്ട് പറയാന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ടാവും. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. രാഷ്ട്രീയ അനുഭാവങ്ങളുണ്ടാവും. പക്ഷേ രാഷ്ട്രബോധം എന്നൊന്നുണ്ട്. രാഷ്ട്രീയ ബോധത്തെക്കാൾ കുറച്ചെങ്കിലും ഒരു പൊടിക്ക് മേലെ രാഷ്ട്രബോധം നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഒരാളെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മളുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. മറ്റൊരു രാജ്യത്തുമില്ലാത്ത രീതികളാണ്, പ്രത്യേകിച്ച് കേരളത്തിലില്ലാത്ത രീതികളാണ് നാം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. എന്താണ് അടിച്ച് കയറ്റി പുകച്ചു വെച്ച് നടക്കണമെന്നൊന്നും നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, കേരളത്തിലായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിക്കഴിഞ്ഞാലും ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുന്ന ഭാഷകൾ വളരെ മോശമാണെന്ന്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ അനുഭാവവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ വളരെ മോശമാണ്. എന്തിനു പറയുന്നു? ഓപ്പോസിറ്റ് ലീഡറെ വിളിക്കുന്ന ഭാഷകൾ. ഒരു സംസ്കാരം ഉണ്ടാവണം, അല്ലേ? നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് സംസ്കാരമുള്ളവരെ കുറിച്ചാണ്. ഇത്തരം ആളുകൾ നമുക്ക് സമൂഹത്തിലോട്ട് വിട്ടുതരുന്ന മെസ്സേജുകൾ വളരെ മോശമാണ്. ഒന്നും കൂടി പറയാതെ വയ്യ. കുറച്ച് കാലമേ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കേരളം ചെറുതായെങ്കിലും ഒന്ന് അംഗീകരിച്ചു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കേരളം അവരുടെ രീതികളെ മനസ്സിലാക്കി തുടങ്ങിയിട്ട്, അങ്ങനെ കുറച്ച് കാലമേ ആയിട്ടുള്ളവരെ നമ്മൾ അംഗീകരിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്കിടയിൽ അവർക്കൊരു സ്പേസ് കൊടുക്കാനും തുടങ്ങിയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ്, അവരുടെ മാന്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും സമൂഹത്തിന് കൊടുക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് വലിയൊരു വിഷവിത്തായി ഈ പറയുന്ന ആൾ വന്നിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളെ സമൂഹം, പ്രത്യേകിച്ച് കേരളം, നിങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും നിങ്ങൾക്കൊരു സ്ഥാനം ചെറുതായ രീതിയിൽ തന്നു തുടങ്ങുമ്പോൾ, ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ, മോശമായിട്ടുള്ള ഇടപെടലുകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കെല്ലാം രാഷ്ട്രീയ യോജിപ്പുകളും വിയോജിപ്പുകളുമുണ്ട്, അനുഭാവമില്ലായ്മ എല്ലാം ഉണ്ട്. അതെല്ലാം അംഗീകരിക്കുന്നു, വിമർശിക്കുകയും ചെയ്യാം. പക്ഷേ ഇത്തരക്കാരുടെ വിമർശനങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എതിർത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. മനസ്സിലാക്കുക, അല്ലേ? എന്താ, ശരിയല്ലേ? അപ്പോൾ മണിയാണോ സുനിയാണോ മണിയാണോ എന്നൊന്നും ഞാൻ ആ പേരുകൾ പറയുന്നില്ല. ഇത്തരം വിവരം കേടുകളെ മാറ്റി നിർത്തുക. നിങ്ങളിൽ ഓരോരുത്തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവിതം കുഴിച്ചു മൂടിയെന്ന് പറയുന്ന ചില പനയും സുനയും ഒക്കെ ഉണ്ട്. ഇവരെങ്കിലും വന്ന് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ വളരെ മോശമാകും. എന്താ, ശരിയല്ലേ?